ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 31 സങ്കീർത്തനം 15 അധ്യായം. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിൽ ഇരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. ജീവിത പ്രതിസന്ധികളുടെ ആത്മസംഘർഷത്തിൽ ദാവീദ് വലിയൊരു സത്യം തിരിച്ചറിഞ്ഞു. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളും കാലങ്ങളും കാലഗതികളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നായിരുന്നു ആ തിരിച്ചറിവ്. ദുഃഖവും വിജയവും പരാജയവും ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ സർവശക്തൻ്റെ സുരക്ഷിത കരങ്ങളിലാണ്. ഈ ചിന്ത കഷ്ടപ്പാടുകളിൽ ദാവീദിന് വലിയ ഒരാശ്വാസമായിരുന്നു. നാളെയെപ്പറ്റി നമുക്ക് ഒന്നും അറിയില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കഥ എഴുതി എഡിറ്റ് ചെയ്യുന്ന ദൈവം മാത്രമാണ് എല്ലാം അറിയുന്നത്. ഈ തിരിച്ചറിവോടെ നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ഭയത്തിന് പകരം സമാധാനവും ആകാംക്ഷയ്ക്ക് പകരം വിശ്വാസവും നമ്മുടെ മാനസിക അവസ്ഥകളായി തീരും. അസ്വസ്ഥതയുടെയും അശാന്തിയുടെയും ലോകത്തിൽ സമാധാന ജീവിതത്തിന് വാസ്തവത്തിൽ ഈ മെൻ്റൽ സെറ്റാണ് ആവശ്യം. എൻ്റെ കാലഗതികൾ നിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ശത്രുക്കളുടെയും എന്നെ പീഡിപ്പിക്കുന്നവരുടെയും കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അതിജീവന ശക്തി നൽകുന്നതാണ് ഈ തിരുവചനം. ഇത് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ആത്മീയ ദർശനങ്ങൾ അനവധിയാണ്. ഒന്നാമത്തേത്, ജീവിതത്തിൻ്റെ സുഖദുഃഖ കാലങ്ങളിൽ വിട്ടുപിരിയാത്ത കർത്താവിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കണം. ദാവീദിൻ്റെ ഈ സമീപനം അദ്ദേഹത്തിൻ്റെ ആത്മീയ പക്വതയുടെ ലക്ഷണമായിരുന്നു. കഷ്ടകാലങ്ങളും സന്തുഷ്ടകാലങ്ങളും ദൈവത്തിൻ്റെ പരിപൂർണ നിയന്ത്രണത്തിലാണെന്ന ഉറപ്പ് ദാവീദിനുണ്ടായിരുന്നു. ജീവിത സഹനങ്ങളിൽ ദൈവത്തിൽ ഉറച്ചു വിശ്വസിക്കാനും ആശ്രയിക്കുവാനും ദാവീദിനെ പോലെ നമ്മളും പരിശീലിക്കണം. ശൈത്യകാലത്ത് വെട്ടി നിർത്തുന്ന ചെടികൾ വസന്തകാലം വരുമ്പോൾ വളരെ പ്രസരിപ്പോടെയാണ് വളരുന്നത്. അതുപോലെ ദൈവം നമ്മെ വെട്ടിയൊരുക്കുന്ന സഹനകാലം ഫലപ്രദമായ വരും കാലത്തിനു വേണ്ടിയുള്ള ഒരുക്ക സമയങ്ങളാണ്. നിഷേധ ചിന്തകളെയും സംശയങ്ങളെയും ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ വിശ്വാസം കൊണ്ട് നേരിടണം. ജീവിത സംഭവങ്ങൾ എപ്പോൾ എങ്ങനെ നടക്കണമെന്ന് കാലങ്ങളുടെ തമ്പുരാൻ മുൻകൂട്ടി തീരുമാനിക്കുന്നു എന്നാണ് ശലോമോൻ്റെ സാക്ഷ്യം. സഭാപ്രസംഗി 3:1. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിൻ കീഴിലുള്ള സമസ്ത കാര്യത്തിനും ഒരവസരമുണ്ട്.
ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നാണ് ഈ ദാവീദിൻ്റെ സാക്ഷ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന രണ്ടാമത്തെ ആത്മീയ മർമ്മം. സർവ്വലോകത്തെയും ചരാചരങ്ങളെയും ഗാലക്സിയെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വിസ്മയകരങ്ങൾ തന്നെയാണ് ദുരന്തങ്ങളിലും രോഗങ്ങളിലും മരണ നിഴൽ താഴ്വരകളിലും നമ്മെ വഹിച്ചിരിക്കുന്നത്, താങ്ങി നിർത്തുന്നത്. മാതാപിതാക്കളുടെ കൈകളിൽ പിടിച്ച് തിരക്കുള്ള വീഥികളിലൂടെ നടക്കുന്ന കുഞ്ഞിന് വഴി ഏതെന്ന ഭയവും ആകാംക്ഷയും ഒന്നും ഉണ്ടാകാറില്ല. അതിൻ്റെ ആവശ്യമില്ല. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ പിടിച്ചു നടക്കുന്ന ജീവിതയാത്രയിൽ നാളെപ്പറ്റി നമ്മളും ആകാംക്ഷപ്പെടേണ്ട കാര്യമില്ല. സർവശക്തനും സർവവ്യാപിയും സർവജ്ഞനുമായ നമ്മുടെ അപ്പനല്ലേ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പിന്നെ എന്തിനാ പേടിക്കുന്നേ? യോഹന്നാൻ 10-ാം അധ്യായം. എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കുന്നു. എനിക്ക് അവയെ അറിയാം, അവ എന്നെ അനുഗമിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ നൽകുന്നു. അവ ഒരിക്കലും നശിച്ചു പോവുകയില്ല. അവയെ എൻ്റെ അടുക്കൽ നിന്ന് ആരും പിടിച്ചെടുക്കുകയുമില്ല. അവയെ എനിക്ക് നൽകിയ എൻ്റെ പിതാവ് എല്ലാവരെക്കാളും വലിയവനാണ്. പിതാവിൻ്റെ കയ്യിൽ നിന്ന് അവയെ പിടിച്ചെടുക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഒരു സൈന്യം നമുക്കെതിരെ പാളയമിറങ്ങിയാലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. നമ്മളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ദൈവത്തിൻ്റെ സമയം പെർഫെക്റ്റ് സമയമായിരിക്കും എന്നതാണ് മൂന്നാമത്തെ കാര്യം. മുൻകൂട്ടി നിശ്ചയിച്ച ദിവ്യ പദ്ധതികളിലൂടെയാണ് ദൈവം കാര്യങ്ങൾ നടത്തുന്നത്. ദൈവം ഒരിക്കലും വൈകില്ല, ഒരു നിമിഷം പോലും വൈകില്ല. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ദിവ്യ ജ്ഞാനത്തിലാണ് സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാലത്തികവിൽ എല്ലാം അനുഗ്രഹകരമായി നടന്നിരിക്കും. ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമയില്ലായ്മയാണ് അപക്വ തീരുമാനങ്ങൾ എടുക്കാൻ പലരെയും പ്രേരിപ്പിക്കുന്നത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ അവകാശമാക്കുമെന്നാണ് തിരുവചനത്തിലെ വാഗ്ദത്തങ്ങൾ നമുക്ക് തരുന്ന ഉറപ്പ്. യെശയ്യാപ്രവചനം 60-ാം അധ്യായം. നിന്റെ ജനം നീതിമാന്മാരാകും. ഞാൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നട്ട മുളയും എൻ്റെ കരവേലയുമായ ദേശത്തെ എന്നേക്കുമായി അവർ അവകാശപ്പെടുത്തും. ഏറ്റവും നിസ്സാരനായവൻ ഒരു വംശവും ഏറ്റവും ചെറിയവൻ ശക്തിയുള്ള ജനതയും ആകും. ഞാനാണ് കർത്താവ്. ഞാൻ യഥാകാലം വേഗത്തിൽ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല എന്നതാണ് നാലാമത്തെ കാര്യം. ദൈവത്തിൻ്റെ മറുപടിക്കും മാർഗനിർദ്ദേശത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പ് നിഷ്ക്രിയ സമയങ്ങളല്ല.
ദൈവത്തിലുള്ള വിശ്വസ്തത ശക്തമാക്കപ്പെടുന്ന വിലപ്പെട്ട സമയങ്ങളാണ്. ദാവീദിൻ്റെ സഹനകാലങ്ങളിൽ ശത്രുക്കളും ചതിയും പീഡനങ്ങളുമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ദാവീദ് പ്രത്യാശ കൈവിട്ടില്ല. അതൊക്കെ വിശ്വാസത്തിൽ ശക്തനാകുവാനും കർത്താവിൽ ആശ്രയമുറപ്പിക്കുവാനുമുള്ള ആത്മീയ വ്യായാമങ്ങളാക്കി ദാവീദ് പ്രയോജനപ്പെടുത്തി. കാരാഗൃഹത്തിലെ ജോസഫിൻ്റെ വ്യസനപൂർണമായ കാലഘട്ടങ്ങളും വാസ്തവത്തിൽ നഷ്ടങ്ങളായിരുന്നില്ല. അത്യുന്നത പദവിക്ക് വേണ്ടിയുള്ള ഒരുക്ക കാലഘട്ടങ്ങളായിരുന്നു. ശക്തനാക്കുന്നവൻ മുഖാന്തരം ജോസഫ് ശക്തനാക്കപ്പെട്ട പരിശീലന സമയങ്ങളായിരുന്നു തടവറയിലെ സഹനപൂർണമായ കാലങ്ങൾ. യെശയ്യാപ്രവചനം 49:23. രാജാക്കന്മാർ നിൻ്റെ വളർത്തു പിതാക്കന്മാരും രാജ്ഞിമാർ വളർത്തമ്മമാരും ആയിരിക്കും. അവർ നിന്നെ സാഷ്ടാംഗം വണങ്ങുകയും നിൻ്റെ കാലിലെ പൊടി നക്കുകയും ചെയ്യും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന ദാവീദിൻ്റെ വാക്കുകൾ വെറുമൊരു പ്രസ്താവനയല്ല. ദൈവാശ്രയത്തിൽ ഉറച്ച ഹൃദയത്തിൻ്റെ നേർക്കാഴ്ചയും വിസ്മയ സാക്ഷ്യവുമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്ന ദുരന്തങ്ങളും രോഗങ്ങളും ഒറ്റപ്പെടലും ശത്രുക്കളും വഞ്ചനയുമൊക്കെ എന്തുകൊണ്ടാണെന്നും എന്തിനാണെന്നും എത്ര നാളത്തേക്കാണെന്നും നമുക്കറിയില്ല. പക്ഷേ കഷ്ടങ്ങളിൽ അടുത്ത തുണയും ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനുമായ കർത്താവിൻ്റെ കരങ്ങളാണ് നമ്മെ വഹിച്ചിരിക്കുന്നത് എന്ന വിസ്മയ സത്യം നമ്മളൊരിക്കലും മറക്കരുത്. ആകാംക്ഷയുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ, കർത്താവിൽ നങ്കൂരമുറപ്പിക്കാൻ ഇതിനേക്കാൾ ശക്തമായ ഒരു ഉറപ്പ് നമുക്കാവശ്യമില്ല. എൻ്റെ കാലഗതികൾ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആശ്രയം യേശുവിൽ ആണെങ്കിൽ കർത്താവ് ഹൃദയത്തിൽ ആശ്വാസം തരും. ഞങ്ങളുടെ കാലഗതികളും ഫൈനൽ ഡെസ്റ്റിനേഷനും വ്യക്തമായി അറിയുന്ന ഞങ്ങളുടെ ദൈവമേ, അപരിചിതവും അപകടപൂർണവുമായ ഈ ജീവിതയാത്രയിൽ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഉണ്ടെന്നത് മാത്രമാണ് ഞങ്ങളുടെ ആശ്വാസം. പൊടിയും നിസ്സാരരും ബലഹീനരുമായ മനുഷ്യരുടെ ഭാവി പ്രവചനങ്ങളെയും പരിഹാരക്രിയകളെയുമൊക്കെ അവഗണിക്കാനുള്ള ക്രിസ്തീയ തിരിച്ചറിവ് ദൈവമേ ഞങ്ങൾക്ക് നൽകണമേ. അവിടുന്നറിഞ്ഞും അനുവദിച്ചുമല്ലാതെ യാതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്നും സംഭവിക്കുന്നതെല്ലാം
ഞങ്ങളുടെ നന്മയ്ക്കായി അവിടുന്ന് രൂപാന്തരപ്പെടുത്തുമെന്നും ദൈവമേ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. നിത്യതയിൽ എത്തും വരെ സുരക്ഷിതമായി തിരുവചനത്തിൻ്റെ വഴിയിലൂടെ ആത്മീയ യാത്ര തുടരുവാൻ ആശ്വാസപ്രദനും കൗൺസിലറുമായ പരിശുദ്ധാത്മാവ് അനുദിനം ദിശാബോധം നൽകി ഞങ്ങളിൽ പരിവർത്തിക്കണമേ എന്ന് ക്രിസ്തുയേശുവിൻ്റെ വിസ്മയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.